ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ്. അതായത് ഞാനൊരു കുഞ്ഞ് ട്രിപ്പ് പോവുകയാണ്. അപ്പം കോഴിക്കോട് നിന്ന് എവിടത്തേക്ക് ട്രിപ്പ് പോകുമ്പോൾ മെയിനായിട്ട് കോഴിക്കോട് ഹൽവയല്ലേ, അപ്പോൾ ഹൽവ വാങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ എപ്പോഴും ഹൽവ വാലയിൽ നിന്നാണ് ഹൽവ വാങ്ങാറ്. അങ്ങനെ ഹൽവയും വാങ്ങി നേരെ വിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ട്രെയിനിലാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം, അതായത് മധുവിനെ കൊണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. നമ്മൾ പോകുന്നത് വന്ദേ ഭാരതിലാണ്. അപ്പം നമ്മൾ കുറച്ച് ഓടിപ്പിടിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ കയറി നമ്മൾ ഇരുന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കാണ് നമ്മൾ വന്ദേ ഭാരതിൽ പോകുന്നത്. അപ്പം ബാക്കി നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാൻ ഈ വന്ദേ ഭാരതിലേക്ക് ഓടിക്കയറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിന്ന സ്ഥലം ചെറുതായിട്ടൊന്ന് മാറിപ്പോയതുകൊണ്ട് ആ ഓടിക്കയറുന്ന വഴി എൻ്റെ ഒരു ചപ്പൽ താഴെ ട്രാക്കിൽ വീണു. ഞാനിപ്പോൾ ഒറ്റക്കാലിൽ ചപ്പലിട്ടിട്ടാണുള്ളത്. എന്നാലും ഞാൻ ആ ഒന്നിനെ കളയാൻ മനസ്സ് വന്നില്ല. എനിക്ക് പാവല്ലേ, എൻ്റെ കൂടെ കുറേ കാലമായിട്ടുള്ളതല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ എന്നെല്ലാം വെച്ചിട്ട് ഞാൻ അതിനെയും കൊണ്ട് വന്നു. ഒന്നിനെ മാത്രം എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് കോഫി കിട്ടി, ഒരു അട, പിന്നെ എന്തോ കേരള മിക്സ്ചർ, പിന്നെ ഒരു എള്ളുണ്ടോ മറ്റോ ആണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുവാണ്. നന്നായിട്ട് അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. കാരണം അവളെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ട്രെയിനിലെങ്കിലും. നമ്മളെപ്പോഴും എവിടെ പോകുമ്പോൾ കാറിൽ മാത്രം പോകുന്നത് ഇവിടെ ഓക്കെ ആവുമോ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ്. ഇപ്പോൾ ഇതൊരു ട്രയലാണെന്ന് പറയാം. അത് നമ്മൾ വന്ദേ ഭാരത് എടുത്തത് നമുക്ക് കംഫർട്ടബിൾ, സ്പീഡ്, വേഗത്തും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളെടുത്തത്. പിന്നെ ആൾ കുറച്ച് വയലുണ്ടായി. അടുത്ത സീറ്റിലുള്ളവരൊക്കെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. പറ്റുന്നവരൊക്കെ മുടി പിടിച്ചൊരിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ നമ്മൾ അങ്ങനെ എത്തി. നമ്മൾ പിന്നെ ഞാൻ ഒറ്റച്ചെരുപ്പുമായിട്ട് നടന്ന് കാർ കയറി. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൽ വേഗം ഒറ്റച്ചെരുപ്പ് കൊണ്ട് ഓടിക്കയറി. ഒറ്റച്ചെരുപ്പല്ല, ഞാൻ അതും കൂടി അഴിച്ച് ബാഗിലിട്ടു. എന്തിനാണെന്നറിയില്ല, എടുത്ത് ബാഗിലിട്ടു. വിഷമമാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവരെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേലേക്ക് പോകണം. ഒരു സൈഡിൽ അങ്ങനെ നമ്മൾ എത്തുമ്പോഴേക്കും മാധുവിനെ കണ്ട ഒരു ഇതിൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ കാണിച്ചു തരുമൊക്കെ ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് മധുവിൻ്റെ വല്യമ്മേൻ്റെ അടുത്ത് മധു എത്തിയപാട് കയറി. ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ചേട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ടാണെങ്കിൽ ചേട്ടന് കുറച്ച് അടിയൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചേട്ടൻ അനങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടാളും ഒത്തുപോകാൻ കുറച്ച് പണിയുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോഴത്തേക്കും. പിന്നെ ചേട്ടൻ്റെ കളി സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയി. കാരണം നമുക്ക് ഇതൊക്കെ മതിയല്ലോ, പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നേരത്തെ പുറത്ത് പോകണം എന്നൊക്കെ വിചാരിച്ച് ഉറങ്ങിയതാണ്. പക്ഷേ രാത്രി നമ്മൾ കുശു ആക്കി ഞാനും അമ്മച്ചി കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കുശു ആക്കാൻ കിട്ടിയ അവസരം നമ്മൾ വെറുതെ കളയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് 1-2 മണിയായി ഉറങ്ങാൻ. അതുകൊണ്ട് രാവിലെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഉച്ച തന്നെ ആയിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ റെഡിയാക്കി ഇവർക്ക് വേണ്ട ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ. 2 പേർക്കുള്ളത് എടുക്കണമല്ലോ. അങ്ങനെ 2 പേർക്കുള്ള ഫുഡും പാക്ക് ചെയ്ത് ഇവരൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഉച്ചയാവേണ്ടി വന്നു. അതവരുടെ സ്നേഹം കണ്ടില്ലേ, രണ്ടാളും നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. എത്ര പേരെ ഉണ്ടാവുമെന്നറിയില്ല. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മൾ നല്ല സന്തോഷത്തിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊക്കെ ഫോട്ടോ എടുക്കാൻ അടുത്ത് നിൽക്കുന്ന പറയുമ്പോൾ ഇതാണ് അവസ്ഥ. രണ്ടാളും അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അടുത്ത് നിന്ന് അടിയാവുമെന്നൊരു ഡൗട്ടും ഉണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുമ്പോഴത്തേക്കും 2 പേരും ഉറങ്ങിപ്പോയി. പക്ഷെ അത് നന്നായി. കാരണം എത്തുമ്പോഴത്തേക്കും നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവർ നല്ല മൂടാവുമല്ലോ കുറച്ചൊരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ. അപ്പം നമ്മൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പെട്രോൾ പോകാമെന്ന് വെച്ചു. കാറും എടുത്ത് എല്ലായിടത്തും പോകുന്നതിനേക്കാളും നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ മെട്രോൾ കയറിയിട്ടാണ് പോകുന്നത്. ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോൾ കയറുന്നത്. ഞാൻ മാധുര്യം കൊണ്ടും അത് എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി നമുക്ക്. അങ്ങനത്തെ വലിയമ്മേൻ്റെ കാലിൽ പറ്റി നിൽക്കുന്നുണ്ട് രണ്ടാളും കൂടി.
മാധു വാങ്ങി വാങ്ങി ഇങ്ങ് വാ. നമ്മൾ ഡേ 2 എത്തിയിട്ടുണ്ട്. നമ്മൾ ഏർലി മോർണിംഗ് 4 മണി 4:30 എഴുന്നേറ്റ് റെഡി ആയിട്ട് നമ്മൾ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. അപ്പം നേരത്തെ പോകണമല്ലോ, നമ്മൾ ഫോറസ്റ്റ് കയറേണ്ട ടൈം ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിരപ്പള്ളി ആ റൂട്ട് നമ്മളിങ്ങനെ മലക്കപ്പാറ വരെ പോകുമ്പോഴത്തേക്കും ഈ പാസ് നമുക്ക് 2 ദിവസം മുന്നേ എടുക്കണം എന്നുള്ള അറിയില്ലായിരുന്നു. നമ്മൾ പോകുമ്പോഴാണ് എടുത്തത്. അപ്പം അപ്രൂവ് ആയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മലക്കപ്പാറ വരെ പോയിട്ട് തിരിച്ച് അതിരപ്പള്ളി പോയി അവിടെ കയറി അങ്ങനെയൊക്കെ തിരിച്ചു വരുവാണ് ചെയ്തത്. ഹലോ ഗായ്സ്, നമ്മളിപ്പം സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മളിപ്പോൾ ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളം, പുറത്ത് വെള്ളം കാണാൻ ഒഴുകി പോകുന്നത്. ഇനി തുടങ്ങി ഹലോ, നമ്മൾ ട്രിപ്പ് പോവാണ്. ഇല്ല, കേരിയന്റെ ഫൈനോ എടുക്കാനോ? ഗൈസ്, നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലേക്ക് കൂടി നടക്കുവാണ്. എവിടെ തിരിഞ്ഞാലും തേയിലത്തോട്ടം. എന്താ, രണ്ടളങ്ങെത്തി കാണുന്നുണ്ടോ? അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ടീം ഇതാ, അയ്യോ കാണുന്നില്ല, അങ്ങോട്ടുണ്ട്. നമ്മൾ ഏറ്റവും ഹൈറ്റിൽ പോയിട്ട് മഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ നല്ല മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും കൂടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു ഏറ്റവും ഹൈറ്റിലേക്ക് പോവാണ്.
അതവിടെ ഇങ്ങനെ കെട്ടി. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളെ കണ്ടതൊക്കെ കണ്ടു. മഞ്ഞ് പിന്നെ വീഡിയോയിൽ കിട്ടൂല ഗൈസ്. അത് കാഴ്ചയിൽ നമ്മൾ ആസ്വദിക്കേണ്ട സാധനമാണ്, വീഡിയോയിൽ ആസ്വദിക്കാൻ പറ്റില്ല. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതാ അമ്മു ചേച്ചി വരുന്നുണ്ട്. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സാധനം, തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള നടത്തം. ഇതൊക്കെ നമ്മൾ നേച്ചറിൽ ഇറങ്ങി ആസ്വദിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയുള്ള യാത്ര, തേയിലത്തോട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച്, കണ്ണുകൾ കൊണ്ട് ആസ്വദിച്ച്, ഇതൊക്കെ നമ്മൾക്ക് ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തേയിലത്തോട്ടങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ. അപ്പോൾ ഈ തേയിലത്തോട്ടമുള്ള നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. അതാണ് നമ്മളെ ജീവിതത്തിലെ ചെറിയ ചെറിയ നല്ല നല്ല മൊമെൻറ്റ്സ്. ഓക്കെ, മഞ്ഞ് ഗായ്സ്, മഞ്ഞ്. അങ്ങ് ദൂരെ കാണുന്നത് തുക്കിടീനെയാണ്. ഇത് അങ്ങ് മഞ്ഞ് മൂടി കിടക്കുന്ന തുക്കിടി. ഹലോ ഹലോ, ഹായ്. ടാറ്റാ ടാറ്റാ. ആ, മഞ്ഞ് കണ്ടോ ബാക്കില്? മഞ്ഞ്. മധു ഫസ്റ്റ് ടൈം അല്ലേ മഞ്ഞ് കാണാൻ വരുന്നേ? ആ അല്ലേ മധു? നോക്കിയേ മധു, മഞ്ഞ് കണ്ടോ മധു? മധു ഫസ്റ്റ് ടൈം അല്ലേ കാണാൻ വരുന്നേ? അല്ലേ അല്ലേ? രണ്ടെണ്ണം അതിലൂടെ നല്ല ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ടുണ്ട്.
വെള്ളത്തിൽ കളിക്കാൻ പോയിട്ടാ അല്ലേ മധു? ഏട്ടൻ വെള്ളത്തിൽ കളിക്കുന്നുണ്ടാ? അതെല്ലാരും കയറി ഇറങ്ങി വെള്ളത്തിന്റെ പോയതാ. ഒരാൾക്ക് പോണ്ട, ഒരാൾക്ക് വരണം.